നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരിക്കൽ തങ്ങൾക്കായി ഓടി നടന്ന നിതിനു വേണ്ടി ആ കൂട്ടുകാരും ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുകയാണ്. നിതിൻ ബാക്കി വെച്ച നന്മകളെ കൈപിടിച്ചുയർത്താനായി അകാലത്തിൽ പൊലിഞ്ഞ കൂട്ടുകാരന്റെ ഓർമ്മയിൽ അവർ ഒത്തുചേർന്നു. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആ ബന്ധത്തിന്റെ സ്മരണയ്ക്കായി കേരളം മുഴുവൻ രക്തദാനത്തിന് സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രഖ്യാപനവും അവർ നടത്തി. കഴിഞ്ഞ ദിവസം മരിച്ച ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ UAE കോർഡിനേറ്ററും ഇൻകാസ് യൂത്ത് വിംഗ് സജീവ പ്രവർത്തകനുമായിരുന്ന നിതിൻ ചന്ദ്രന്റെ സ്മരണയ്ക്കാണ് കൂട്ടുകാർ ഒത്തുചേർന്ന് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. വീഡിയോ കോൺഫറൻസ് മുഖേന നടത്തിയ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലാണ് ആപ്പിന്റെ പ്രഖ്യാപനം നടത്തിയത്. ഇൻകാസ് യൂത്ത് വിംഗ് UAE പ്രസിഡന്റ് ഹൈദർ തട്ടത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. ഹൃദയാഘാതം മൂലം മരിക്കുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയ യോഗം ഇത് സംബന്ധിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചു. ഇന്നലെ ഇൻകാസ് യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും വിവിധ എമിറേറ്റ്സുകളിൽ നടത്തി. പ്രവാസികളായ ഗർഭിണികളെ തിരിച്ചെത്തിക്കുന്നതിന് നിയമ പോരാട്ടം നടത്തിയത് ആതിരയും നിതിനും ചേർന്നായിരുന്നു. നാട്ടിലേക്കുള്ള ആദ്യ വിമാനത്തിൽ തന്നെ ആതിരയ്ക്ക് അവസരവും കിട്ടി. നിതിനും അവരുടെ കൂടെ തന്നെ വരാമായിരുന്നു. എന്നാൽ തനിക്ക് ലഭിച്ച ആ അവസരം കൂടുതൽ ആവശ്യക്കാരായ ഒരാൾക്ക് വിട്ടു നൽകുകയായിരുന്നു നിതിൻ. ഞാൻ എത്തും, കുഞ്ഞിനെ കാണുമെന്നാണ് നിതിൻ അവസാനമായി വീട്ടുകാരോടും ആതിരയോടും പറഞ്ഞത്. എന്നാൽ ഈ വാക്ക് പാലിക്കാനായില്ലെങ്കിലും നിതിൻ എത്തി. പക്ഷേ ചേതനയറ്റ ശരീരമായി മാത്രമാണ് നിതിൻ കടൽ കടന്ന് ആതിരയ്ക്കും കുഞ്ഞിനുമരികിലും എത്തിയത് എന്ന് മാത്രം. കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ കാഴ്ചകൾ ആരെയും കരയിപ്പിക്കുന്നതായിരുന്നു. വിദേശത്ത് കുടുങ്ങിയ ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി ആതിര സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് ശ്രദ്ധേയായത്. ഗർഭിണിയായ ആതിര തുടർന്ന് ദുബായിൽ നിന്നുള്ള ആദ്യ വിമാനത്തിൽ നാട്ടിലെത്തുകയും ചെയ്തു. പിന്നീട് ആതിര പെൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ കുഞ്ഞിനെ കാണാൻ താൻ എത്തുമെന്ന് ആതിരയ്ക്ക് ഉറപ്പു നൽകിയ നിതിൻ എത്തിയത് ചേതനയറ്റ ശരീരവുമായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.